ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2015 തായ് ലാംഗ്വേജിലുള്ള ബാക്ക് ടു ദ 90s ടൈം ട്രാവലിംഗ് മൂവിയാണ്. വളരെ മനോഹരമായ സസ്പീഷ്യസ് എന്ന പോലെയുള്ള ഒരു മൂവിയാണിത്. പ്രണയത്തിനോടുള്ള സിൻസിയറിറ്റി കൂടെ അവർ ഈ മൂവിയിൽ കാണിക്കുന്നുണ്ട്. ശരി, നൗ ലെറ്റ്സ് മൂവ് ടു അവർ വീഡിയോ. അത് മാത്രമല്ല, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലേക്കും മറക്കാണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. സോ ഓപ്പണിംഗ് സീനിൽ ഇറ്റ് ഇസ് 2015. ഇപ്പോൾ നമ്മൾ ഫുൾ ടൈം ഫോണിലും ചാറ്റിങ്ങിലും ടെക്നോളജിയിലും ആയിരിക്കും. ഇടയ്ക്ക് ആരെങ്കിലും വന്നാൽ കൂടെ അറിയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാവരും ഫോണിൽ തന്നെയാണ്. ഇവനാണ് നമ്മുടെ മൂവിയിലെ ഹീറോ കോങ്. അവൻ അവന്റെ അമ്മയ്ക്ക് മെസ്സേജ് അയച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവന്റെ അച്ഛനും അമ്മയ്ക്കും ആനിവേഴ്സറി ആണ്. സോ പെട്ടെന്ന് വാടാ എന്ന് പറയുകയായിരുന്നു. ഹീറോയ്ക്ക് എന്തെന്ന് വെച്ചാൽ അവന്റെ അച്ഛന് ഫുൾ ടൈം ജോലി എന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ കൂടെയോ അമ്മയുടെ കൂടെയോ ഒന്ന് ശരിക്കും സ്പെൻഡ് ചെയ്യാൻ പോലും സമയം കിട്ടാറില്ല. ഇതാണ് ഹീറോയ്ക്ക് അവന്റെ അച്ഛനോടുള്ള ദേഷ്യം. അതുകൊണ്ട് തന്നെ അവനും അച്ഛനും ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അമ്മയോടാണ് കൂടുതൽ അടുപ്പം. അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവന്റെ ഫോൺ താഴെ വീണു. അതിന്റെ മേലെ കറക്റ്റായി ഒരു ബൈക്ക് കൂടെ കയറി ഇറങ്ങി. എടാ ദുഷ്ടന്മാരെ, എന്റെ ഫോൺ കണ്ടോ, അതിന്റെ ഡിസ്പ്ലേ നഷ്ടമായിരിക്കുന്നു, എല്ലാവരും കൂടെ നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവിടെ നിന്നും കീ കീ എന്നൊരു ശബ്ദം അവൻ കേട്ടു. എന്താ അത് സൗണ്ട് എന്ന് പറഞ്ഞ് അവൻ വീട്ടിലുള്ള സ്റ്റോർ റൂമിൽ പോയി നോക്കി. ഉള്ളിൽ ഒരുപാട് പഴയ തിങ്സ് ഉണ്ട്. അവിടെ നിന്നും ഒരു ന്യൂസ് പേപ്പർ കണ്ടെടുത്ത് നോക്കിയപ്പോൾ 16 ജൂലൈ 1995 വന്ന ന്യൂസ് പേപ്പറാണ്. അടുത്തുള്ള ആൽബംസ് എടുത്ത് നോക്കിയപ്പോൾ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മാരേജ് ഫോട്ടോസ് എല്ലാം കണ്ടു. അതിനടുത്ത് മറ്റൊരു ഫോട്ടോ കണ്ടു. അതിൽ അവന്റെ അച്ഛൻ വേറൊരു പെണ്ണിന്റെ കൂടെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ബട്ട് ആ ഫേസ് ശരിക്കും മനസ്സിലാവുന്നില്ലായിരുന്നു. ഒരുമാതിരി ബ്ലാക്ക് കവർ ചെയ്ത പോലെ. തൊട്ടടുത്തൊരു മെഷീൻ ഉണ്ട്. മെസ്സേജസ് മാത്രമേ വരികയുള്ളൂ. അതിന് നെയിം പേജർ. കണ്ടാൽ തന്നെ അറിയാം അതിന് ഒരുപാട് പഴക്കമുണ്ടെന്ന്. ബട്ട് ഇപ്പോൾ അതിൽ സഡൻലി ഒരു മെസ്സേജ് വന്നു. അവൻ ഞെട്ടി അവന്റെ കയ്യിൽ നിന്നും അത് താഴെ വീണു. ഫസ്റ്റ് അവനത് എന്തെന്ന് മനസ്സിലായില്ല. സോ ഗൂഗിളിൽ ഇതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അവന്റെ അച്ഛന്റെ ജോലി എന്ന വിചാരം കാരണം അവരുടെ ആനിവേഴ്സറിയുടെ കാര്യം മറന്നു എന്ന് അമ്മ ഒന്ന് പറഞ്ഞു. അവർക്കിടയിൽ നല്ല വഴക്ക് നടന്നിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യമെന്ന് അവൻ അച്ഛനടുത്ത് ദേഷ്യത്തോടെ സംസാരിച്ചു. ഏതൊരു സമയത്തും ഞങ്ങളെ സന്തോഷത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്നുണ്ടോന്ന് അവൻ ചോദിച്ചു. ആ സമയത്ത് അവൻ ആൽബത്തിൽ നിന്നും കിട്ടിയ ആ ഫോട്ടോ എടുത്ത് ദേഷ്യത്തോടെ പുറത്തിറങ്ങിപ്പോയി. ഫ്രണ്ടിനെ വിളിച്ച് വാടാ പുറത്തു പോവാം എന്ന് പറഞ്ഞപ്പോഴേക്കും അവന്റെ ഫോൺ കറക്റ്റായി ഓഫായി. then അടുത്തുള്ള ടെലിഫോൺ ബൂത്തിൽ പോയി കോൾ ചെയ്യാമെന്ന് കരുതി. നല്ല മഴ വരുന്നുണ്ടെന്ന് പോലെ. അതിനിടയിൽ പെട്ടെന്ന് ആ പേജിൽ നിന്നും ഒരു മെസ്സേജ് വന്നു. ഇത് എന്തിത് എന്ന് നോക്കിയപ്പോൾ കോൾ മീ ബാക്ക് എന്ന് എഴുതി ഒരു നമ്പറുമുണ്ട്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് എന്ന് കരുതി അവൻ ആ ബൂത്തിൽ നിന്നും നമ്പറിലേക്ക് വിളിച്ചു. ഇപ്പോൾ ഒരു മിന്നൽ പോലെ എന്തോ ഒന്നുണ്ടായി. അതിനിടയിൽ ഒരു സുന്ദരിയായ പെണ്ണ് അവിടെ നിന്നും ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു. നീ എന്റെ സ്കേർട്ടിനടിയിൽ എന്ത് ചെയ്യുന്നടാ എന്ന് പറഞ്ഞ് നല്ല അടി വെച്ചു കൊടുത്തു. എന്ത് നടക്കുന്നു എന്ന് അവനൊന്നും മനസ്സിലായില്ല. ആ ടെലിഫോൺ ബൂത്ത് വിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവൻ കാണുന്നതെല്ലാം ഒരുപാട് വ്യത്യാസമായിരിക്കുന്നു. അവിടെയുള്ള ഒരു പെട്ടിക്കിടയിൽ പോയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന 7 സ്പോർട്സ് ക്ലബ് എവിടെയെന്ന് ചോദിച്ചു. 7ഓ? എന്താ അത്, രാവിലെ തന്നെ വെള്ളം അടിച്ചിട്ടാണോ വന്നത് എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ അവൻ അവിടെയുള്ള ന്യൂസ് പേപ്പർ എടുത്ത് നോക്കി. ഇറ്റ്സ് 3 ജൂലൈ 1995 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എന്താടാ, പല ന്യൂസ് പേപ്പറുകളാണോ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ചൂടായിട്ട് പോലീസിനെ വിളിക്കണോ എന്ന് ചോദിച്ചു. ഇതെല്ലാം കണ്ട് ഹീറോ ആകെ ഭ്രാന്ത് പോലെയായി. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് സ്വയം പറഞ്ഞ് തലക്കടി കൊടുത്ത് നടന്നു. അതിനിടയിൽ അവന്റെ അച്ഛന്റെ ശബ്ദം പോലെ അവന് തോന്നി. എവിടെയോ കേട്ട സൗണ്ട്. അതെ, അതിന്റെ അച്ഛന്റെ ശബ്ദം തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവൻ അവിടെ ഡോർ ചെന്ന് തട്ടി. അച്ഛൻ ഡോർ തുറന്ന് പുറത്തു വന്നു. വളരെ യങ്ങായ ഒരാൾ. അയാളെ കണ്ടതോടെ ഹീറോ അച്ഛാ എന്ന് വിളിച്ചു. ആരടാ നിന്റെ അച്ഛൻ, രാവിലെ തന്നെ വന്നേക്കുന്നു, ഓടിക്കോ ഇവിടുന്ന് എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറി. അച്ഛന്റെ പേര് തം. അവിടെ ഒരു പെണ്ണ് അദ്ദേഹവുമായി ഭയങ്കര അടി നടക്കുമായിരുന്നു. ബ്രേക്കപ്പ് ചെയ്തതിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. വേറെ ആരുമല്ല, അത് കോമയുടെ അമ്മയാണ്. അവൻ അമ്മ എന്ന് വിളിച്ചു. എടോ ഭ്രാന്ത്, ആരാടാ നിന്റെ അമ്മ, അല്ലെങ്കിൽ ഇവിടെ ടെൻഷനിലാണ്, ഒന്ന് മാറിപ്പോയേ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. അവരുടെ നെയിം മാം. ഹീറോ മോം എന്നും അച്ഛൻ മാം എന്നും മാറി മാറി വിളിച്ചുകൊണ്ടേയിരുന്നു. എടോ നീ എന്തിനാണോ അവളെ അമ്മ എന്ന് വിളിക്കുന്നത് എന്ന് ഹീറോയുടെ അച്ഛൻ ചോദിച്ചു. ഹീറോ അദ്ദേഹത്തിനടുത്ത് എന്തോ ചോദിക്കാൻ തുടങ്ങുന്നതിനിടയിൽ അവിടെ നിന്നും മയങ്ങി വീണു. മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഹീറോ കണ്ടത് അവന്റെ മരിച്ചുപോയ അങ്കിളിനെയാണ്. അവനെ കണ്ട് അയ്യോ പ്രേതം പ്രേതം എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാകാൻ തുടങ്ങി. എന്താടാ നിന്റെ പ്രശ്നം, നീ ഭ്രാന്താലയത്തിൽ നിന്നും ഓടി വന്നതാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവന് മനസ്സിലായി, ഓക്കെ, ഞാൻ ടൈം ട്രാവൽ ചെയ്ത് വന്ന പോലെ ഉണ്ടല്ലോ, ഇത് എങ്ങനെ സംഭവിച്ചു? പക്ഷെ അവൻ അവരോട് പറഞ്ഞു, ഇല്ല സാർ, എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല, നിങ്ങൾ എനിക്കൊരു ജോലി വാങ്ങിത്തരണം. കണ്ടിട്ട് ഒരു പാവം പോലെ തോന്നുന്നു. ശരി, കടയിൽ എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കാം എന്നവർ തീരുമാനിച്ചു. ഹീറോയുടെ അച്ഛൻ ഒരു മ്യൂസിക് ബാൻഡിലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വലിയ സ്റ്റാർ ആവണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹം നന്നായിട്ട് പാട്ട് പാടും, അതും ഒരു ടീനേജ് ബോയ് പോലെ. ഹീറോ പറഞ്ഞു, നിങ്ങളൊരു നല്ല ആളാണ്, നല്ല ഹാർഡ് വർക്കിംഗ് ആയ ഒരാളാണ് എന്ന് പറഞ്ഞു. നീ എന്നെ കളിയാക്കുന്നതല്ലോ എന്നിങ്ങനെ ജോളിയായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു.
അദ്ദേഹം പാടിയ സോങ്സിന്റെ കാസറ്റ് എടുത്തു കൊടുത്തു. എനിക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യണമെന്ന് ഹീറോ പറഞ്ഞു. ഞങ്ങളുടെ കോളേജിൽ ഒരു കമ്പ്യൂട്ടർ ജീനിയസ് ഉണ്ടെന്ന് പറഞ്ഞ് ഹീറോയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ അടുത്തെത്തി ഗൂഗിൾ ഓപ്പൺ ചെയ്യൂ എന്ന് ഹീറോ പറഞ്ഞു. എന്ത്, ഗൂഗിളോ? അതെന്താണ്, പുതുമയായി തോന്നുന്നു. അതൊന്നും ഇല്ല, നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ലൈബ്രറിയിൽ പോയി ഒന്ന് കണ്ടുപിടിക്കൂ. അങ്ങനെ അവൻ ലൈബ്രറിയിൽ എത്തി. അവിടെ നിന്ന് ഹീറോ അന്ന് ബൂത്തിൽ വെച്ച് കണ്ട ആ പെണ്ണിനെ കണ്ടു. അന്ന് അവിടെ നിന്നും അവന്റെ പേജർ നഷ്ടപ്പെട്ടിരുന്നു. സോ ഇവളെ വിളിച്ച് ചോദിച്ചാൽ എനിക്ക് ഫ്യൂച്ചറിലേക്ക് പോവാനാവും എന്ന് കരുതി അവളെ പുറകെ പോയി. ഏതോ ഒരു റൗഡി തന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് നിലവിളിച്ച് അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവൾ നേരെ എത്തിയത് ഹീറോയുടെ അച്ഛന്റെ അടുത്താണ്. ആരോ തന്നെ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പുറകിൽ ഒളിക്കാൻ ശ്രമിച്ചു. ഇത് കേട്ട് ബാക്കിയുള്ളവർ ഹീറോയെ തല്ലി അവശനാക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ അവനെ കാണുന്നത്. ഈ നിർത്തട എല്ലാവരും, എനിക്കറിയാവുന്ന ആളാണ്, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അച്ഛൻ അവനെ എഴുന്നേൽപ്പിച്ചു മരുന്നെല്ലാം വെച്ചു കൊടുത്തു. സോം എന്നാണ് ഹീറോയിന്റെ പേര്. അച്ഛൻ ഹീറോയിനോട് പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ഇവൻ നല്ലൊരു പയ്യനാണ് എന്നൊക്കെ. അല്ല, ഇവനൊരു പൊറുക്കിയാണെന്ന് പറഞ്ഞ് ഹീറോയും തമ്മിൽ ഭയങ്കര വഴക്കുണ്ടാക്കാൻ തുടങ്ങി. നീ മനഃപൂർവ്വം തന്നെയാണ് എന്നെ ഉപദ്രവിക്കാൻ വന്നതെന്നും നിന്നെ കണ്ടിട്ട് ഒരു വില്ലനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അടിക്കാനൊക്കെ വന്നു. ഹീറോയുടെ അച്ഛനാണ് അവരെ ആശ്വസിപ്പിച്ചത്. അച്ഛൻ അവളുടെ അടുത്ത് സംസാരിക്കുന്നതൊന്നും ഹീറോയ്ക്ക് ഇഷ്ടമായില്ല. ശരി, ഇത്രയും വൈകിപ്പോയി, ഞാൻ എങ്ങനെ തനിയെ പോകും, എന്നെ ഒന്ന് കൊണ്ടുവിടോ എന്ന് ഹീറോയിന്റെ അച്ഛന്റെ അടുത്ത് സോം ചോദിച്ചു. എന്തെന്ന് വെച്ചാൽ ഹീറോയിൻ വൺ സൈഡായി അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട ഹീറോ പറഞ്ഞു, അവർക്ക് ഇവിടെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും, നിന്റെ കൂടെ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അവൾക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. രണ്ടുപേരും കീരിയും പാമ്പും എന്ന പോലെ ഫുൾ ടൈം വഴക്ക് മാത്രമാണ്. ഇപ്പോൾ ഹീറോയുടെ അച്ഛനും കോങ്ങും ഭയങ്കര ഫ്രണ്ട്സ് എന്ന പോലെ ആയിക്കഴിഞ്ഞു. മ്യൂസിക്കിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കോൾ വന്നു, ഒരു മെസ്സേജ് വന്നതിനെ കുറിച്ച് പറഞ്ഞു. പേജിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കാം. എന്ത് മെസ്സേജ് എന്നതിനെ കുറിച്ച് അവർക്ക് മനസ്സിലായില്ല. ഹീറോയുടെ അമ്മ ഉണ്ടല്ലോ മാം, ഹീറോയുടെ അച്ഛനും മാം വഴക്കടിച്ചത് കൊണ്ട് വിളിക്കാനും സാധിക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് റെസ്പോൺസും ഇല്ല. ശരി, ഡയറക്റ്റ് ആയിട്ട് അവളുടെ വീട്ടിൽ കോൾ ചെയ്ത് നോക്കാം എന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ അവളുടെ അച്ഛൻ കോൾ എടുത്തു. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അയാളുടെ സൗണ്ട് ഭയങ്കര ടെററാണ്. ഇത് കേട്ട് ഹീറോയുടെ അച്ഛൻ പേടിച്ച് ഫോൺ കട്ട് ചെയ്തു. അവരുടെ മുത്തശ്ശി ആരെങ്കിലും ആവും, ഞാൻ കോൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഹീറോ ഫോൺ ചെയ്തു. അവനും ശബ്ദം കേട്ട് ആകെ ഭയന്നു. പിന്നീട് ഹീറോയുടെ അച്ഛൻ പെണ്ണിനെ പോലെ ശബ്ദം മാറ്റി വിളിച്ചു. അപ്പോൾ അവളാണ് ഫോൺ എടുത്തത്. സംസാരിച്ചിട്ട് തിരിച്ച് അവളൊന്നും മറുപടി പറഞ്ഞില്ല. ഹീറോയുടെ അച്ഛന് ഒരുപാട് സങ്കടമായി. ഈ സോം ആരാണ്, നിങ്ങളുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ഹീറോ ചോദിച്ചു. ഏയ് ചേച്ചി, അങ്ങനെയൊന്നും അല്ല. പിന്നെ ആര്, ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് ആണോ എന്ന് ഹീറോ ചോദിച്ചു. അപ്പോൾ അച്ഛൻ മറുപടി പറഞ്ഞു, സോമിനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം, അവളെ എനിക്കൊരു അനിയത്തിയെ പോലെയാണ് എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് അവന്റെ അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് ചേർക്കണം എന്ന് ഹീറോ ചിന്തിച്ചു. അങ്ങനെ അവൻ അവന്റെ അമ്മയുടെ അടുത്ത് ചെന്നു. എന്നാൽ അവളൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഗേറ്റ് പോലും തുറക്കാൻ സമ്മതിച്ചില്ല. അവർക്കിടയിൽ ബലം പിടുത്തം ഉണ്ടാകുന്നതിനിടയിൽ ഹീറോയുടെ കൈ ഗേറ്റിൽ കുടുങ്ങി. അയ്യോ സോറി എന്ന് പറഞ്ഞ് അപ്പോൾ ഹീറോയ്ക്ക് ഫീലായി. ഇത് കണ്ട അമ്മ പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ഓവറായി ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഒന്നുമല്ല, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വന്നു. ഓ, എന്നെ കണ്ടാൽ നിനക്ക് 50 വയസ്സ് പോലെ തോന്നുന്നുണ്ടോ? അപ്പോഴാണ് അവൻ പറഞ്ഞത്, നിങ്ങൾക്കും തമ്മിനും ഇടയിൽ ഒന്നും സംഭവിക്കാണ് ഞാൻ നോക്കിക്കോളാം. നാളെ തമ്മ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ ഓഡീഷന് പോകുന്നുണ്ട്, നിങ്ങളും കൂടെ വന്നാലേ അതിനൊരു പൂർണ്ണത ഉണ്ടാവൂ എന്ന് പറഞ്ഞു. ഹീറോ അമ്മയെ ആശ്വസിപ്പിച്ചു. ശരി, ഇങ്ങനെ മാം അവന്റെ സെന്റ് ഓഫ് പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ വന്നു. ഹീറോ അച്ഛനോട് പറഞ്ഞു, നിങ്ങളെ കാണാൻ ആരാ വന്നിരിക്കുന്നത് നോക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്കും സോം അതിനിടയിൽ കയറി തമ്മിന്റെ കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നത് കണ്ട മാമിന് ദേഷ്യം വന്നു. ഇതെല്ലാം കണ്ട് ഹീറോ ആകെ ദേഷ്യം വന്ന്, നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇടിച്ചു കയറി വന്നത്, എന്തിനാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഹീറോ സോമിനടുത്ത് ദേഷ്യപ്പെട്ടു. പക്ഷേ അവൾക്കൊന്നും മനസ്സിലായില്ല. അടുത്ത ദിവസം ഹീറോ തന്റെ അങ്കിളിനെ കാണാൻ ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഈ സോം ശരിക്കും ആരാണ്, അവൻ എന്തിനാണ് തമ്മിന് പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്ന്. അങ്കിള് പറഞ്ഞു, തമ്മും സോമിന്റെ ബ്രദറും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ സോം തമ്മിനെ കാണുന്നതാണ്. ഒരു ദിവസം തമ്മും സോമിന്റെ ബ്രദറും വണ്ടിയിൽ പോകുന്നതിനിടയിൽ അവരുടെ വണ്ടി ആക്സിഡന്റ് ആയി അവളുടെ ബ്രദർ മരിച്ചു. ഇവളെ ആശ്വസിപ്പിക്കാൻ പിന്നീട് തമ്മായിരുന്നു ഉണ്ടായത്. പക്ഷേ അവൾ അത് അവനോടുള്ള പ്രണയമായി മാറി. ഇതൊക്കെ കേട്ട് അവൻ ഒന്നേ ചിന്തിച്ചിരുന്നുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും അച്ഛനെയും അമ്മയും ഒരുമിപ്പിക്കണം എന്ന്. പിന്നീട് ഹീറോ അച്ഛനോട് പറഞ്ഞു, സോമിന്റെ കഥകളെല്ലാം എനിക്കിപ്പോ അറിയാം, പക്ഷെ തം വിചാരിക്കുന്ന പോലെയല്ല, അവൾക്ക് നിങ്ങളോട് പ്രണയമാണ്, അത് ഒഴിവാക്കണം, എങ്കിലും മാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞു. നിങ്ങൾ അവൾക്ക് സോങ് ലിറിക്സ് എഴുതി കൊടുത്ത് ക്ലാസ് എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ, ഇനി മുതൽ ഞാൻ എടുത്തോളാം എന്ന് ഹീറോ പറഞ്ഞു. ഇത് കേട്ട് സോമിന് ശരിക്കും ദേഷ്യം വന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവൾ അവന്റെ കൂടെ പോയി. ഇപ്പോൾ അമ്മയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ചില ന്യൂ സോങ്സ് എല്ലാം അച്ഛൻ എഴുതി കൊടുത്ത് റെക്കോർഡ് ചെയ്ത് ഒരു കാസറ്റ് ആയിട്ട് അമ്മയ്ക്ക് കൊടുത്തു. ഇത് കണ്ട മാമിന് ഒരുപാട് സന്തോഷമായി. അവൾക്ക് അവനോടുള്ള ദേഷ്യമെല്ലാം പോയി. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും പിണക്കം മാറി അവർ ഒന്നിച്ചു. ഇതിനിടയിൽ പുതിയ സോങ് ലിറിക്സ് എല്ലാം സോമിന് എഴുതി കൊടുത്തു. ഇതൊക്കെ എന്താണ്, ഇത് തായ് ലാംഗ്വേജ് ആണ്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് സംസാരിക്കാൻ തുടങ്ങി. അവൾ ശരിക്കും ഒരു വായാടി പോലെയാണ്.
ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ഇവർ ഒരുപാട് സമയം ഒരുമിച്ച് ചിലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ അവനക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ പാട്ടിന്റെ ലിറിക്സ് എല്ലാം ഇവർ സ്വയം എഴുതാൻ തുടങ്ങി. ശരി, ഞാൻ നിനക്ക് എങ്ങനെ മെസ്സേജ് അയക്കും, പേജറൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുതിയത് വാങ്ങിക്കാനൊന്നും ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് അവളുടെ പഴയ പേജർ അവന് കൊടുത്തു. ഹീറോ ഫ്യൂച്ചറിൽ നിന്നും കിട്ടിയ ആ പേജർ. ഹീറോയുടെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതുപോലെ ആ മ്യൂസിക് കോമ്പറ്റീഷൻ നടന്നു. അദ്ദേഹം വളരെ സൂപ്പറായി പാടി. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്ക് എന്ന് ഹീറോയിൻ ഹീറോയോട് പറഞ്ഞു. അങ്ങനെ അവനൊരു ക്ലിയർ അല്ലാത്ത ഫോട്ടോ എടുത്തു കൊടുത്തു. ആ ഫോട്ടോ ആണ് ആ ആൽബത്തിൽ കണ്ടത്. ഇപ്പോൾ ഹീറോയും ഹീറോയിനും ഒരുമിച്ച് കൺസേർട്ടിൽ നിന്നപ്പോൾ ഹീറോയിൻ ഹീറോയോട് പറഞ്ഞു, എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കണം, എല്ലായ്പ്പോഴും പ്രസന്റിൽ ഹാപ്പി ആയിട്ടിരിക്കണം, ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ട ഹീറോയ്ക്ക് അവൾ ഒരുപാട് സ്നേഹിക്കാൻ കഴിഞ്ഞു. ഇത് കണ്ട മാമിന് സന്തോഷമായി. ഫസ്റ്റ് ടൈം അവൾക്ക് പേജറിൽ മെസ്സേജ് അയക്കാൻ സെൻട്രൽ കോൾ ചെയ്തു. എന്ത് പറയണം എന്നവൻ ആലോചിച്ചിരുന്നു. ഇന്ന് ക്ലാസ് നന്നായിട്ട് പോയി, ഫ്രം കോങ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അതിന് സോമും റിപ്ലൈ ചെയ്തു. അങ്ങനെ ഇതെല്ലാം ഹീറോയുടെ അച്ഛൻ കണ്ട് അവനെ കളിയാക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ട്രെയിനിങ്ങിൽ സോം സൂപ്പറായി പാടാൻ തുടങ്ങി. അവന്റെ കൂടെ ഇരുന്ന് 90s മൂവികളെല്ലാം കാണാൻ തുടങ്ങി. രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയി. ഒരു ദിവസം ഹീറോ വീട്ടിൽ വരുമ്പോൾ അവന്റെ അമ്മയുടെ ഫാമിലി വന്നിട്ടുണ്ട്. അവർ അച്ഛനോട് വഴക്കുണ്ടാക്കുകയായിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ മാം പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞു. അങ്കിൾ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട് അവൻ അവന്റെ ID കാർഡ് എടുത്തു നോക്കി. ഈ ഒരു 10 മാസത്തിൽ ഞാനാണ് ജനിക്കുന്നത് എന്ന് അവന് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി മനസ്സിലായി. മാമിന്റെ അച്ഛനും അമ്മയും അവളെ നിർബന്ധിതയാക്കുകയാണ് അബോർട്ട് ചെയ്യാൻ. ഇത് കണ്ട് ഹീറോ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടെ അതിനെ കൊല്ലാൻ പോവുകയാണോ? വെറും 1 മാസമായുള്ളൂ കുട്ടിക്ക്, ചെവി പോലും വളർന്നിട്ടുണ്ടാവില്ല എന്ന് അവളുടെ അച്ഛൻ പറഞ്ഞു. അതിനിടയിൽ പെട്ടെന്ന് ഹീറോയുടെ അച്ഛൻ പറഞ്ഞു, അച്ഛാ, ഞാൻ മാമിനെ നോക്കിക്കോളാം, കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്റെ സ്റ്റഡീസ് തീരും, അതിനുശേഷം ഞാൻ ജോലിക്ക് പോകും, ഞാൻ അവളെ ഇവാൾവ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി വന്നതുകൊണ്ട് തന്നെ അവന്റെ പാഷനായ മ്യൂസിക് അവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇഷ്ടപ്പെടാത്ത ഒരു ജോലി അവൻ ചെയ്യേണ്ടിയും വന്നു. ഇതെല്ലാം കേട്ടിരുന്ന ഹീറോ ചിന്തിച്ചു, എത്രത്തോളം അച്ഛൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന ബേബി ശരിക്കും ഭയങ്കര ലക്കിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോമിന്റെ മെസ്സേജ് വന്നത്, വാ സിനിമയ്ക്ക് പോവാമെന്ന്. ഇത് കണ്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ, പ്രണയം എന്തെങ്കിലും ആണെങ്കിൽ അത് ഉടനെ തന്നെ തുറന്നു പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അവളെടുത്ത് എങ്ങനെയെങ്കിലും പറയണം എന്നവൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ അവൾ ഹീറോനെ വിളിച്ചു, തന്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്, ഇന്നത്തോടെ നമ്മുടെ ക്ലാസ് തീർന്നു, നിന്നോടൊരു താങ്ക്സ് പറയാനും കൂടെ വന്നത്, അതുമാത്രമേ ഉള്ളൂ എന്നവൻ ചിന്തിച്ചു. ശരി വാ, നമുക്ക് ഒരുമിച്ച് ഫോട്ടോസ് എടുക്കാം എന്ന് പറഞ്ഞു ഒരുപാട് ക്രേസി ഫോട്ടോസ് എടുത്തു. അതിനുശേഷം സോം ഹീറോയിന്റെ അടുത്ത് പറഞ്ഞു, നാളെ എനിക്ക് മ്യൂസിക് കോമ്പറ്റീഷൻ ഉണ്ട്, അതിന് നീ തീർച്ചയായും തമ്മിനെ കൂട്ടി വരണം എന്ന് പറഞ്ഞു. എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ കോമ്പറ്റീഷനിൽ ജയിച്ചാൽ അവൻ എനിക്കൊരു പ്രോമിസ് തന്നിരുന്നു, എന്റെ ബോയ് ഫ്രണ്ട് ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കാമെന്ന്. അവൾ നന്നായിട്ട് പാടാൻ വേണ്ടി അവൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അവൾ സീരിയസ് ആയി തന്നെയാണ് എടുത്തത്. ഇപ്പോൾ അവളുടെ ഫോൺ നമ്പർ കൊടുത്തു. അത് കഥയുടെ മുന്നേ ആ പേജറിൽ വന്ന മെസ്സേജിന്റെ നമ്പർ ആയിരുന്നു. അതിൽ നിന്ന് മെസ്സേജ് വന്നു, കോൾ മീ ബാക്ക് എന്ന്. ഇത് വാങ്ങിയെടുത്ത് തന്റെ ഫീലിംഗ്സിനെ കുറിച്ചൊന്നും പറയാണ്ട് അവൻ അവിടെ നിന്നും പോയി. ഇപ്പോൾ നേരത്തെ ഹീറോ സംസാരിച്ച ആ ബൂത്തിൽ പോയി ആ നമ്പർ അവൻ എഴുതിയെടുത്തു. അടുത്ത ദിവസം തന്നെ ഹീറോയിന്റെ മ്യൂസിക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നെ ഈ പാട്ട് പഠിപ്പിച്ച, എന്നെ ഹെൽപ്പ് ചെയ്ത ആളോട് ഞാനിതിന് താങ്ക്സ് പറയുന്നു, ആൻഡ് ഞാൻ ഇത് മറ്റൊരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ആ സോങ് അവൾ ഹീറോയിന്റെ അച്ഛന് വേണ്ടി പാടിക്കൊണ്ടേയിരുന്നു. പക്ഷേ അത് ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ എൻഡ് ഓഫ് ഷോ 1ാം സ്ഥാനം നേടി. അവൾ ഹീറോയെ വന്ന് കെട്ടിപ്പിടിച്ചു. നീ എന്താ തമ്മിനെ കൊണ്ടുവരാത്തെ എന്ന് ചോദിച്ച് അവർ രണ്ടുപേരും വഴക്കിട്ടു. അവൾ വേഗം തമ്മിനെ കാണാൻ വേണ്ടി അവിടെ എത്തി. ഞാനും മാമും കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന കാര്യം അവളോട് പറഞ്ഞു. ഇത് കേട്ട് സോം കരയാൻ തുടങ്ങി. അവൾ തനിച്ചിരുന്നു അവനെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഈ സമയം ഹീറോ അവളുടെ അടുത്ത് വന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നിനക്കെങ്ങനെ ഈ ഫീലിംഗ്സ് അറിയും, നീ ആരെയും സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പോവാൻ ആരംഭിക്കുന്നതിനിടയിൽ ഹീറോ സഡൻലി അവളുടെ കൈ പിടിച്ച് നിർത്തി. നീ എന്റെ കണ്ണിലേക്ക് നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരെയാ സ്നേഹിക്കുന്നതെന്ന് ഹീറോ സോമിനോട് വളരെ ഫീൽ ചെയ്ത് പറഞ്ഞു. ഇത് കേട്ട് ഹീറോയിന് ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ ഹീറോയുടെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോയി. അങ്ങനെ അവൾ റൂമിലെത്തി. ഇനി തമ്മിനെ കിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഹീറോയിനും ഹീറോയുമായുള്ള ഫോട്ടോസ് വാളിൽ സ്റ്റിക്ക് ചെയ്ത് നോക്കിയത്. അവൾക്ക് എന്തോ തോന്നുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് നോർമൽ ആയപ്പോൾ അവൾ അവനെ വിളിച്ചു. തന്റെ പേജറിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്തു, കോൾ മീ ബാക്ക് എന്ന് പറഞ്ഞ് അവളുടെ നമ്പർ എഴുതിയിട്ട്. ഇത് കണ്ട് ഹീറോ ഉടനെ അവളെ വിളിക്കാൻ ടെലിഫോൺ ബൂത്തിൽ പോയി. അപ്പോൾ ഭയങ്കര ഇടിയും മഴയും പെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഒരു മിന്നൽ അടിച്ച പോലെ തിരിച്ച് അവൻ അവന്റെ ഫ്യൂച്ചറിലേക്ക് പോയി. ഫ്യൂച്ചറിലിരിക്കുന്ന അവന്റെ അച്ഛൻ അമ്മ അവന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതിനുശേഷം അവൻ അച്ഛനടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ ആ ഫോട്ടോനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിലുള്ള പെണ്ണാണ് സോം. അവൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നാൽ അവളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇത് കേട്ട് ഹീറോ ഭയങ്കര ഷോക്കായി പോയി. എന്താ സോമന് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്റെ വെഡ്ഡിങ്ങിന്റെ അന്ന് അവൾ എന്നെ കാണാൻ വന്നിരുന്നു. അവൾ നാട്ടിൽ നിന്നും പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പോയ ബസ് ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചു മരിക്കുകയായിരുന്നു. അന്ന് കല്യാണ ദിവസമായിട്ട് പോലും എനിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. അന്ന് സ്റ്റോർ റൂമിൽ ഒരു ന്യൂസ് പേപ്പർ കണ്ടിട്ടില്ലായിരുന്നു. അതിൽ ഈ ആക്സിഡന്റിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇത് കേട്ട ഹീറോ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നാലോചിച്ച് അവൻ ടെലിഫോൺ ബൂത്ത് തിരിഞ്ഞു. ബട്ട് അത് അവിടെ നിന്നും എടുത്തു മാറ്റിയിരുന്നു. പിന്നീട് അവൻ മറ്റേതെങ്കിലും കണ്ടെത്താനാവുമോ എന്ന് തിരയുന്നതിനിടയിൽ അവനൊരു സ്ഥലത്ത് ഒരുപാട് ബൂത്തുകൾ കണ്ടു. അവനൊരു നമ്പർ എഴുതി വെച്ചിരുന്നല്ലോ, അത് ഏത് ബൂത്താണെന്ന് ആ അടയാളം കൊണ്ട് ഓരോന്നോരോന്നായി തിരിഞ്ഞു. അങ്ങനെ അവൻ ഒടുക്കം കണ്ടുപിടിച്ചു. അതിൽ കയറി വിളിക്കാൻ ശ്രമിച്ചു. അങ്ങനെ വീണ്ടും പാസ്റ്റിലേക്ക് പോയി. ബട്ട് ഈ സമയത്ത് ഹീറോയിൻ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ അവളുടെ പേജർ മിസ്സായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. അതാണ് അച്ഛൻ ഫ്യൂച്ചറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായി കണ്ടത്. അവൻ സ്റ്റാൻഡിലെത്തി, ബട്ട് അവളെ കണ്ടില്ല. സോ ഹീറോയിന്റെ ഫോണിൽ മെസ്സേജ് പാസ് ചെയ്യാം എന്ന് കരുതി. പിന്നീട് പെട്ടെന്ന് ഓഫീസിൽ പോയി ബസ് ടൈം അന്വേഷിച്ചു. ആ ബസ് ലാസ്റ്റാണ് പോയത് എന്ന് അവനോട് പറഞ്ഞു. അങ്ങനെ അവൻ അതിന് പുറകെ പോവാൻ തുടങ്ങി. ബസ്സിന് പുറകെ അവൻ വേഗത്തിൽ എന്ന പോലെ ഓടിച്ച് അടുക്കാൻ തുടങ്ങി. ഇത് കണ്ട ബസ് ഡ്രൈവർ അവൻ റേസിംഗിനാണെന്ന് കരുതി അയാളും വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങി. ഹീറോ ആകെ ഭയന്നു, ഇതിലെങ്ങാനും വണ്ടി ആക്സിഡന്റ് ആവോ എന്ന്. എങ്ങനെയൊക്കെയോ അവൻ ആ ബസ്സിനെ സ്റ്റോപ്പ് ചെയ്ത് അകത്ത് കയറി. അവളെ തിരഞ്ഞു, ബട്ട് കണ്ടില്ല. അവരൊരുമിച്ചുണ്ടായിരുന്ന അവളുടെ ഒരു ചെറിയ ഡയറി മാത്രം അവൻ കണ്ടു. അതായത് ഹീറോ അയച്ചത്, സോം നീ എത്രയും പെട്ടെന്ന് ബസ്സിൽ നിന്നും ഇറങ്ങണം എന്നായിരുന്നു. ആ മെസ്സേജ് അവൾ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങുന്നതിനിടയിൽ എടുക്കാൻ മറന്നതാണ്. ഇപ്പോൾ ഹീറോയ്ക്ക് ഒത്തിരി സന്തോഷമായി. അവൾ ജീവനോടെ ഉണ്ടല്ലോ എന്നോർത്ത് സന്തോഷത്തിനിടയിൽ കറക്റ്റ് ഒരു ട്രക്ക് ബസ്സിന് നേരെ വന്ന് ഒറ്റയിടിക്കലായിരുന്നു. പക്ഷെ അങ്ങനെ ഹീറോ മരിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവൻ ഫ്യൂച്ചറിൽ ഓൾറെഡി എക്സിസ്റ്റ് ആവുമല്ലോ. സോ ഇപ്പോൾ അവൻ ഫ്യൂച്ചറിൽ എത്തി. ഇപ്പോൾ അവന്റെ വീട്ടിനുള്ളിൽ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷത്തോടെയാണ്. പക്ഷെ സോം മരിച്ചെന്ന് ആലോചിച്ച് അവന്റെ അച്ഛനും ഇപ്പോഴും വിഷമമുണ്ട്. അതിന് പാസ്റ്റിൽ പോയി അതെല്ലാം ചേഞ്ച് ആയില്ലേ, ഇനി സന്തോഷിക്കണം എന്ന് പറഞ്ഞു. അവൾ എവിടെയായിരിക്കും എന്നവൻ ഓർത്തുകൊണ്ടേയിരുന്നു. അവൻ ആ സെയിം നമ്പറിലേക്ക് ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു. ബട്ട് നമ്പർ ഈസ് റോങ് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ 91 ആഡ് ചെയ്ത് കോൾ ചെയ്യുന്ന പോലെ അവനും 2 നമ്പറുകൾ ആഡ് ചെയ്ത് വിളിച്ചു. റിംഗ് ചെയ്തു. ഒരു പെണ്ണാണ് കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ, സോമാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതെ സോമാണ് സംസാരിക്കുന്നത്, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. ഹീറോയുടെ മുഖത്ത് പറഞ്ഞറിയിക്കുന്നുള്ള സന്തോഷമുണ്ടായി. ബട്ട് എന്ത് സംസാരിക്കണം എന്നറിയാണ്ട് അവൻ അങ്ങനെ തന്നെ കോൾ കട്ട് ചെയ്തു. അതോടെ മൂവി അവസാനിക്കുകയാണ്. ബട്ട് എന്തെന്ന് വെച്ചാൽ അവനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, കാലം ഒരുപാട് കടന്നുപോയി. അവൾക്ക് ഹീറോയുടെ അച്ഛന്റെ പ്രായം ഉണ്ടാവുമല്ലോ. ആൻഡ് ഹീറോയ്ക്ക് അവളുടെ കൂടെ ഉണ്ടായ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് മാത്രമേ ഇപ്പൊ കൂടെയുള്ളൂ. ആൻഡ് ഹി ഈസ് ലിവിങ് ത്രൂ ദാറ്റ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഫോർ ക്ലൈമാക്സ് ഒന്ന് ട്രൈ ചെയ്ത് കമന്റ് ബോക്സിൽ ഇടൂ കേട്ടോ. സോ ഓക്കെ, ഹോപ്പ് യു ഓൾ എൻജോയ് ദ മൂവി. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.